പാലക്കാട് ജില്ലയിൽ ഒരു ഫേമസ് ആയിട്ടുള്ള പൂരമാണ് കേട്ടോ ചെനക്കത്തൂർ പൂരം. അപ്പോൾ നമ്മൾ പൂരം പ്രമാണിച്ചിട്ട് അമ്പലത്തിൽ തൊഴാൻ വേണ്ടി വന്നതാണ്. ഇതാണ് കേട്ടോ അമ്പലം, ഭഗവതി ക്ഷേത്രമാണേ. പൂരം മാർച്ച് 1-നും 2-നുമാണ്. അതുകൊണ്ട് തന്നെ വലിയ തിരക്കില്ല. ഇത് ഞാൻ എടുത്തത് ഇന്നലെയാണ്, 26 ഫെബ്രുവരിക്കാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. അതുകൊണ്ടാണ് കേട്ടോ തിരക്കൊന്നും അധികം കാണാത്തത്. പിന്നെ പിള്ളേരുടെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു, പന്തലൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഡാൻസ് ചെയ്ത ആ ഒരു സ്റ്റേജില്ലേ, അതിൻ്റെ ബാക്കിലൊരു സ്റ്റേജും കൂടെ കെട്ടാറുണ്ട് കേട്ടോ. ടെമ്പററി ആയിട്ട് കെട്ടാറുള്ളതാണ്. അവിടെയാണ് ഈ സെലിബ്രിറ്റീസിൻ്റെയൊക്കെ പ്രോഗ്രാം നടക്കാറ്. പിന്നെ ദേ നമ്മൾ ഗ്രൗണ്ടിലേക്ക് പോയപ്പോൾ ജൈൻറ്റ് വീലൊക്കെ കണ്ടു. കറങ്ങണ കാണാൻ നല്ല രസമല്ലേ. പക്ഷെ എനിക്ക് കയറാൻ പേടിയാട്ടോ, ഭയങ്കര ഹൈറ്റിലല്ലേ പോകുന്നത്. അപ്പോൾ എനിക്ക് ഹൈറ്റ് കുറച്ച് പേടിയുണ്ട്. പിന്നെ ആ കൊട്ടയൊക്കെ ആടണ കാണുമ്പോഴും ഒരു പേടിയുണ്ട്. പിന്നെ മരണക്കിണറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മരണക്കിണറും എനിക്ക് കയറാൻ പേടി. ഞാൻ ഒരു തവണ കയറിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് അവർ ആ കാറും ബൈക്കൊക്കെ ഇങ്ങനെ കറക്കണ കാണുമ്പോൾ ഭയങ്കര റിസ്ക്കി ആയിട്ട് തോന്നാറുണ്ട്. പിന്നെ പിള്ളേരുടെ ഓരോ മിക്കി മൗസും ട്രെയിനും കാറും ഒക്കെ കണ്ടു. അപ്പം അതേ ഈ പൂരം അടുത്ത് കഴിഞ്ഞ് ഇവിടെയൊക്കെ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. റോട്ടിൽ കൂടെ ഒന്നും ഒരു വണ്ടിക്കും കിടക്കാൻ പറ്റില്ല. നമ്മൾ ദൂരെ വണ്ടി നിർത്തിയിട്ട് വേണം നടന്ന് വരാൻ. അത്ര തിരക്കായിരിക്കും. പിന്നെ ഓരോ സ്ഥലത്തു നിന്നുള്ള ഈ ഒരു ഘോഷയാത്രയൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഓരോ ശിവൻ അങ്ങനത്തെയൊക്കെ ഓരോ രൂപങ്ങളൊക്കെ ആയിട്ടിങ്ങനെ പോവുമല്ലോ. ഞങ്ങളുടെ ഇവിടുന്ന് അധികം നാസിക് ഡോളാണ് കേട്ടോ ഉണ്ടാവാറ്. ഇത്തവണ ശിങ്കാരിമേളൊക്കെ ഉണ്ടെന്ന് പറയുന്നത് കേട്ടു. പിന്നെ അതേ പിള്ളേരുടെ ഒരു എയ്റോപ്ലെയിൻ കണ്ടു കേട്ടോ. എനിക്ക് ഡൗട്ട് വന്നത്, ഇങ്ങനെ ഹൈറ്റിൽ പറക്കുമ്പോൾ പിള്ളേർ കരയില്ലേ എന്നാണ് കേട്ടോ. നല്ല സ്പീഡിലാണ് കറങ്ങണത്, പക്ഷെ ആരും കരയണമൊന്നുമില്ല കണ്ടോ. എല്ലാവരും നല്ല ചില്ലായിട്ടായിരിക്കണേ. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്നു കേട്ടോ. നമുക്ക് കാണാൻ സേഫ് ഇതൊക്കെയല്ലേ. പിന്നെ ദേ വേറൊരു സംഭവം. പിന്നെ ഇത് ഡ്രാഗൺ ട്രെയിൻ ആണ് കേട്ടോ. ഈ സംഭവം നമുക്ക് കാണുമ്പോൾ സ്പീഡില്ല തോന്നും, പക്ഷേ ഞാൻ കയറിയിട്ടുണ്ട്. ആ വളവ് തിരിയുമ്പോഴാണ് നമുക്ക് അതിൻ്റെ സ്പീഡ് മനസ്സിലാവുക. പിന്നെ ദേ ഈ ഡാൻസിങ് കാർ എന്നാണ് തോന്നുന്നു ഇതിൻ്റെ പേര്. ഞാൻ ഇതിലും കയറാറുണ്ട് കേട്ടോ, കുറേ തവണ കയറിയിട്ടുണ്ട്. പിന്നെ മല്ലു ഫാമിലിയിലെ പൊന്നു ചേച്ചീനെ കണ്ടു കേട്ടോ. പിന്നെ ബാക്കിൽ 2 പിള്ളേർ കളിക്കുന്നത് കണ്ടു. അതാണ് കേട്ടോ കിടു ഇവയും. പക്ഷെ ഞാൻ ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് അങ്ങനെ സംസാരിക്കാനൊന്നും പോയില്ല. പിന്നെ ആ ഒരു തോണി പോലെ ആടണ സാധനം കണ്ടോ. എൻ്റെ ദൈവമേ, ഞാനതിൽ കയറിയിട്ടുണ്ട് വണ്ടർലയിൽ പോയ സമയത്ത്. എനിക്ക് മതിയായി, നല്ല പേടിയാവും കേട്ടോ അതിൻ്റെ അകത്ത് കയറിക്കഴിഞ്ഞാൽ. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു റിസ്ക് ആയിട്ടുള്ള ഒരു പരിപാടിക്ക് ഞാൻ നിന്നിട്ടില്ല. പിന്നെ ദേ ആ ഏരിയയുടെ ബാക്ക് സൈഡാണ് ഇത്. ഇവിടെ ഈ നിറച്ചും കച്ചവടക്കാർ വരേണ്ടതാണ്. പക്ഷെ എന്താ അറിയില്ല, പൂരം എനിക്ക് തോന്നുന്നു പൂരത്തിൻ്റെ തലേന്നോ അല്ലെങ്കിൽ 2 ദിവസം മുന്നേ ഒക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ അധികം ആൾക്കാരൊന്നും എത്തിയിട്ടില്ല. ഞാൻ അങ്ങനെ പൂരത്തിന് പോവാറില്ല കേട്ടോ. എനിക്ക് ഈ ക്രൗഡുള്ള സ്ഥലത്തേക്കൊക്കെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ചൂടും കൂടിയല്ലേ, എനിക്ക് തീരെ സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പോയില്ല. പിന്നെ തിരിച്ച് വരുന്ന വഴിക്ക് നമ്മൾ ലാഡർ മോളിൽ പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ തിരിച്ച് വീട്ടിൽ പോയി കേട്ടോ.